സോഷ്യൽ മീഡിയയിൽ ജനപ്രീതിയിലേറെ മുന്നിൽ നിന്നിരുന്ന പേളി മാണിയുടെ ഡബിൾ സ്റ്റാൻഡേർഡ് സ്ട്രാറ്റജി പൊളിയുന്നത് എവിടെയാണ്? എങ്ങനെയാണ് ഇരുട്ടി വെളുത്തപ്പോഴേക്കും ഫോളോവേഴ്സ് അടപടലം കൊഴിഞ്ഞു പോകുന്നത്? ഏത് ഘട്ടത്തിലാണ് പേളി മാണിയാൽ ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടേണ്ടവരല്ല ഞങ്ങളെന്ന് യുവാക്കളടങ്ങുന്ന കേരളത്തിലെ പൊതുസമൂഹം തിരിച്ചറിയുന്നത്? ജന്തർ മന്ദിറിലെ ജെൻസി പ്രൊട്ടസ്റ്റിൽ പ്രതികരിക്കാൻ നിർബന്ധിതരാകുന്ന താരങ്ങളെയും മറ്റു പ്രമുഖരെയുമാണ് ഈ ദിവസങ്ങളിലായി നമ്മൾ കാണുന്നത്. പ്രതികരിച്ചില്ലെങ്കിൽ പ്രശ്നമാവുമെന്ന ഭയത്തിൽ വളരെ വൈകി പ്രതികരിക്കുന്ന ചിലരുമുണ്ട്. അക്കൂട്ടത്തിൽ ഏറെ വൈകി വന്ന പേളിയുടെ പ്രതികരണം അവരുടെ ഫോളോവേഴ്സിനെ അടക്കമുള്ളവരെ ഒന്ന് ഇരുത്തി ചിന്തിപ്പിച്ചു. പേളി ആദ്യം പങ്കുവച്ച പോസ്റ്റിൽ ഇപ്രകാരം പറയുന്നു: സമരമുഖത്തെ ആക്രമണങ്ങൾ ഏറെ വേദനിപ്പിച്ചു. വിദ്യാർത്ഥികളും പോലീസ് ഓഫീസേഴ്സും അടക്കം ആക്രമിക്കപ്പെടുന്ന ഇത്തരം സാഹചര്യങ്ങൾ വരുത്തിവെക്കാതെ പ്രക്ഷോഭങ്ങളിൽ നിന്നും സ്വയം പിന്നോട്ട് മാറേണ്ടത് നമ്മളാണ്. ഓരോ ജീവനും വിലയുണ്ട്. അതിപ്പോൾ വിദ്യാർത്ഥികളുടേതാണെങ്കിലും പോലീസുകാരുടേതാണെങ്കിലും. കൺമുന്നിലെ അനീതിക്ക് നേരെ കണ്ണടച്ച് കാണാപ്പുറത്ത് ഭരണത്തിനൊരു പക്ഷമുണ്ടെന്ന് വരുത്തി തീർക്കുന്ന വിദ്യാർത്ഥികളുടെ സ്വകാര്യ ഭാഗങ്ങളിലേക്ക് പോലും നീളുന്ന ആണിതറച്ച ലാത്തികൾ കണ്ടില്ലെന്ന് നടിക്കുന്ന താങ്കളെപ്പോലുള്ളവരെ ഇനിമേൽ ഫോളോ ചെയ്യാൻ താല്പര്യപ്പെടുന്നില്ലെന്ന് ഈ പോസ്റ്റ് കണ്ട ഒരു പറ്റം ആളുകൾ കമന്റ് ബോക്സിലൂടെ അറിയിക്കുന്നു. ഇതിലും നല്ലത് മിണ്ടാതിരിക്കുന്നതായിരുന്നുവെന്ന് പരിഹസിക്കുന്നു. എപ്പോഴും എല്ലാ വശങ്ങളിൽ നിന്നും സ്നേഹം മാത്രം കിട്ടിപ്പോന്ന പേളിക്ക് ഈ കമന്റുകൾ കൊടുത്ത ഇൻസെക്യൂരിറ്റി ചെറുതല്ല. അവർ ആ കമന്റുകൾ ഓരോന്നോരോന്നായി റിമൂവ് ചെയ്യുകയും വീണ്ടും കമന്റ് ചെയ്തവരെ ബ്ലോക്ക് ചെയ്യുകയും ചെയ്തു. ഒറ്റ രാത്രി കൊണ്ട് ഈ നാട്ടിലെ സകല ഹേറ്റും പേളി വാരിക്കൂട്ടി. പിന്നാലെ അൺഫോളോ ക്യാമ്പയിനും തുടങ്ങി. ഇത്ര ഹേറ്റ് ശീലമില്ലാത്ത പേളി ആരെയും പേടിച്ച് താൻ അഭിപ്രായം മാറ്റാൻ ഉദ്ദേശിക്കുന്നില്ലെന്നും തനിക്കിഷ്ടപ്പെട്ട നിറം സാഫ്രോൺ തന്നെയാണെന്നും ഉറച്ചു പറഞ്ഞ് ഒരു സ്റ്റോറി കൂടി അന്നേ ദിവസം തന്നെ പങ്കുവയ്ക്കുന്നു. തൻ്റെ 4 പേജ് പോസ്റ്റിന് 10 പേജിൽ പ്രതികരിച്ച ഫെയിൽഡ് സംവിധായകനെ പേരെടുത്തു പറയാതെ പുച്ഛിക്കുന്നു. ആ സ്റ്റോറിക്ക് പിന്നാലെ നിങ്ങൾ പറഞ്ഞ ഫെയിൽഡ് ഫിലിം മേക്കർ എൻ്റെ അച്ഛനാണെന്നും പറഞ്ഞ സംവിധായകൻ സിബി മലയിലിൻ്റെ മകൻ കൂടി രംഗത്ത് വന്നതോടെ സംഗതി മൊത്തം കയ്യിൽ നിന്ന് പോയി. ഒട്ടും വൈകാതെ ആ സ്റ്റോറി ഡിലീറ്റ് ചെയ്തെങ്കിലും അതിൻ്റെ സ്ക്രീൻഷോട്ടുകൾ ഇപ്പോൾ റെഡിറ്റിൽ വൻ ചർച്ചയിലാണ്. പിന്നീട് കാണുന്നത് ഏറെ വൈകി വന്ന നരേന്ദ്രമോദിയുടെ പോസ്റ്റ് റീഷെയർ ചെയ്യുന്നതാണ്. സ്വന്തം നിലപാട് എന്തോ അതിൽ ഉറച്ചു നിന്ന് തുറന്നു പറയാൻ എന്തിനാണ് ഇത്ര ഭയം? എന്തിനാണ് ഈ വളഞ്ഞു മൂക്കേൽപ്പിടുത്തം? എല്ലാവരും ഒരേ ആശയം അംഗീകരിക്കേണ്ടവരാണെന്ന അഭിപ്രായം ആർക്കുമില്ല. നിങ്ങൾ നിങ്ങളുടെ ഫ്രീഡം ഓഫ് സ്പീച്ച് ഉപയോഗപ്പെടുത്തുന്നത് പോലെ തന്നെ നിങ്ങളെ ഫോളോ ചെയ്യുന്നവർക്ക് അവരുടെ വിയോജിപ്പുകൾ പ്രകടമാക്കാൻ ഒരിടവും നിങ്ങൾ നൽകേണ്ടതല്ലേ? നെഗറ്റീവ് കമന്റുകൾ ഓരോന്നായി ഡിലീറ്റ് ചെയ്ത് കമന്റ് ബോക്സിൽ ചാണകം തെളിച്ച് ശുദ്ധികലശം ചെയ്യുന്നത് സ്വേച്ഛാധിപത്യമല്ലേ?